വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി. എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26 ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. അയ്യോ, ഉണ്ണി മുകുന്ദനാണ് എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ ഒന്ന് ആയിപ്പോകും. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്ത്? അവതാരകന്മാരുടെ അപരാധങ്ങൾക്ക് എന്താണ് ഒരു അവസാനം ഉണ്ടാവുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മൈക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാമെന്നാണ് ഇവരുടെ വിചാരമെന്ന് തോന്നുന്നു. ഓരോ അതിഥികളെ വിളിച്ചു വരുത്തി തറ നിലവാരം മാത്രമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിച്ചു വിട്ട എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതുപോലെ ഗസ്റ്റിന്റെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കരയിപ്പിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ റീച്ചിന് വേണ്ടി എന്ത് തറ പരിപാടിയും ഇവര് ചെയ്യും. അവതാരകന്മാരുടെ ഈ അപരാധത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇര എന്ന് പറയുന്നത് നമ്മുടെ ശിവാംഗി കൃഷ്ണകുമാറാണ്. ശിവാംഗി അറിയാലോ, പാട്ടുകാരിയാണ്, നടിയാണ്, റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആള് നല്ല പോപ്പുലർ ആണ്. മാത്രവുമല്ല എല്ലാവർക്കും ശിവാംഗി ഇഷ്ടവുമാണ്. അതിന്റെ പ്രധാന കാരണം ശിവാംഗിയുടെ സംസാര രീതിയാണെന്ന് തോന്നുന്നു. നല്ല രസകരമായ രീതിയിലാണ് ശിവാംഗി സംസാരിക്കാറുള്ളത്. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നേതൃത്വത്തിൽ ഒരു അവാർഡ് ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡിജിറ്റൽ ക്വീൻ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയത് ശിവാംഗിക്കാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയതും വൈറൽ ആയതുമായ വീഡിയോകൾ ചെയ്ത ആൾക്കുള്ള അവാർഡായിരുന്നു അത്. അപ്പൊ ഈ അവാർഡ് പരിപാടിയുടെ ആങ്കർ എന്ന് പറയുന്നത് നമ്മുടെ മീരാനിലാണ്. മീരാനിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. അങ്ങനെ അവാർഡൊക്കെ വാങ്ങിയതിനു ശേഷം ശിവാംഗിയെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് മീരയെ കുറിച്ച് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു. ശിവാംഗി എല്ലാത്തിനും അടിപൊളിയായിട്ട് മറുപടിയൊക്കെ കൊടുത്തെങ്കിലും മീരാനിലെ ചോദ്യങ്ങൾക്ക് ഒട്ടും നിലവാരം ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾ പോട്ടെ, ഇടയ്ക്കിടെയുള്ള ഓരോ കമന്റ്സ് ഉണ്ട്, അത് കേട്ടാലുണ്ടല്ലോ ചെരുപ്പൂരി അടിക്കാൻ തോന്നുന്നു. ഷൈജു കുറുപ്പും ലെനയും ചേർന്നാണ് ശിവാംഗിക്ക് അവാർഡ് കൊടുത്തത്. ഡിജിറ്റൽ ക്വീൻ എന്നാണല്ലോ അവാർഡിന്റെ പേര്. അതുകൊണ്ട് തന്നെ ശിവാംഗിയുടെ ശിരസിൽ ചാർത്താൻ ഒരു കിരീടവും ഉണ്ടായിരുന്നു. ലെനയും ഷൈജും കൂടി ഒരുമിച്ചാണ് ശിവാംഗിയെ കിരീടം ചാർത്തിയത്. ആ സമയത്ത് മീരയുടെ ഒരു കമന്റ് ഉണ്ട് മക്കളെ, എല്ലാവരും ഒന്ന് കണ്ടോക്കി. ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി ഒരു ക്രൗൺ കൂടി ഞങ്ങൾ ഒന്ന് ചൂടിക്കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റലിന്റെ തന്നെ താരറാണി ആയതുകൊണ്ട് ശിവാംഗിക്കുള്ള ഒരു ക്രൗൺ സൈച്ചേട്ടൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് സൈച്ചേട്ടന്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഒന്നും പേടിക്കണ്ട. ഓ പിന്നെ ശിവാംഗിക്ക് ഒരു കിരീടം ചാർത്തി കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഷൈജു കുറുപ്പിന്റെ ഭാര്യ ഡിവോഴ്സ് പേപ്പർ ഒന്നും ഫയൽ ചെയ്യാൻ പോണില്ല. എന്തൊരു ഊള ചളയാണ് എന്റെ പൊന്നു മീരെ. ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലെ കോമഡിയാണെന്ന് വല്ല ബോധമുണ്ടോ? മീരാനിന്റെ കമന്റ് കേട്ട് ഷൈജു കുറുപ്പ് ഒന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല. അജാതി തറ നിലവാരമുള്ള കമന്റ് അല്ലായിരുന്നു. മീരാനിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതിനും അപരാധം പിടിച്ച സംഭവങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടോക്കാം. സൂപ്പർ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പൊ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തില്? പൈസ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കും. ഇതാ മതിയോ? അല്ല, പൈസ കിട്ടിയ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യാറ്. എന്തോന്നടി, ശിവാംഗി കിള്ളക്കുട്ടിയൊന്നല്ല. 10-25 വയസ്സുണ്ട് ശിവാംഗി. കുറച്ച് പൈസ കൈ കിട്ടിയ എന്ത് ചെയ്യണമെന്നൊക്കെ അവർക്ക് നന്നായി അറിയാം. ഇതിപ്പോ ചെറിയ കുട്ടിക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ ചില്ലറ പൈസ ആയിട്ട് കൊടുത്തിട്ട് കുറെ പൈസ ഒക്കെ കിട്ടിക്കണല്ലോ, കോടീശ്വരനായല്ലോ. എന്താ ഇപ്പൊ ഇതെല്ലാം കൂടി ചെയ്യാൻ പോണത് എന്ന് ചോദിച്ച പോലെയായി. ബാക്കി ഉണ്ടോക്കാം. ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറെ നാളായി, അത്ര ഇടാറില്ല ഇപ്പൊ. അല്ല മറ്റുള്ള, കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ല യുവർ ഇന്റർവ്യൂ, യുവർ കണ്ടന്റ്. ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസ ഒന്നും തരുന്നില്ല. ഇല്ല. ഓ മൈ ഗോഡ്. അപ്പൊ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി, ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? വിളിച്ചു നിൽക്കാണ്ട് വേഗം ആ പൈസ എടുത്ത് കൊടുക്കാൻ നോക്കി. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ശിവാംഗി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ അവിടെ ഇരിക്കായിരുന്നല്ലോ. വെറുതെ പൈസയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ എന്തായി? മൈൽസ്റ്റോൺ മേക്കേഴ്സ് തന്നെ അറിയില്ല. ശിവാംഗിയെ വെച്ച് കുറെ റീച്ചും പൈസയും ഒക്കെ ഉണ്ടാക്കിയിട്ട് 10 പൈസ പോലും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മീരെ? ബാക്കി ഉണ്ടോക്കെ എന്തായാലും മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ശരിയായിട്ടുള്ള കാര്യമല്ല, ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. 1 കോടി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കുറഞ്ഞു പോയില്ലേ മീരെ? ഒരു 10 കോടിയെങ്കിലും എടുത്തു കൊടുക്ക്. അല്ലേ പിന്നെ എന്തൊരു ചളിയാടോ ഇത്. പരിപാടിക്ക് വന്നവരൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്തോ. ബാക്കി ഉണ്ടോക്കെ എന്തായാലും കറക്റ്റ്. ഇന്റർവ്യൂല് എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം. ഓക്കെ. പക്ഷെ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നില്ലപ്പാ. എനിക്കൊന്ന് എന്താന്നാ, ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാനും വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അത്ര അല്ല
ഞാൻ നോക്കുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പാവം കുട്ടി കണ്ടില്ലേ, ദുഃഖ സൂചകമായിട്ട് വെള്ള ധരിച്ചിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. ജീവിതത്തിൽ ഒരു ആണില്ലാത്തതാണ് ഇന്ന് ശിവാംഗി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് മീരാനിൽ ഒരു കാര്യം ചെയ്യും, ഒന്ന് സെറ്റാക്കി കൊടുക്കും. ബ്രോക്കർ പണിയാകുമ്പോൾ മീരയ്ക്ക് നന്നായി ചേരും. ഈ അപരാധ പണിയേക്കാളും മീരയ്ക്ക് നന്നായി ചേരുന്നത് ബ്രോക്കർ പണി തന്നെയാണ്. അല്ല, ശിവാംഗിയുടെ ജീവിതത്തിൽ ഒരു ആണില്ലാത്തതിന്റെ വിഷമം ശിവാംഗിയേക്കാളും കൂടുതൽ മീരാനിലാണല്ലോ. അതുകൊണ്ട് തന്നെ മീര തന്നെ മുൻകൈ എടുത്ത് അതൊന്ന് സെറ്റാക്കി കൊടുക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, അവാർഡ് പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി ഊള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയതും വൈറലായതുമായ വീഡിയോകൾ ചെയ്ത ആളാണ് ശിവാംഗി എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ടാണല്ലോ അവർ അവാർഡൊക്കെ കൊടുത്തത്. എന്നാൽ പിന്നെ അങ്ങനെയുള്ള ആളോട് അയാളുടെ പ്രൊഫഷണൽ കരിയറിനെ കുറിച്ച് ഒരു ചോദ്യമെങ്കിലും ചോദിക്കുക. എങ്ങനെ ഇത്രയും വൈറലാവാൻ കഴിയുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുന്നു എന്ന് ചോദിക്കുക. അതിനൊക്കെ വേറെ ആളെ നോക്കണം. നമ്മൾ വെറും തറ ലെവൽ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ. കാമുകനുണ്ടോ, എന്താ ഇല്ലാത്ത, ഈ പൈസ എല്ലാം കൂടെ എവിടെ കൊണ്ടുപോയി ഒലത്തും, ഇങ്ങനെ വെറും പാപ്പരാശി ലെവൽ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കാൻ അറിയൂ. കഷ്ടം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, ബാക്കി ഉണ്ടോ എന്തായാലും. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. അതൊന്ന്. ഇന്നൊന്ന് വേറെ ചില പ്രോബ്ലങ്ങളുണ്ട്. വേറെ ചില പ്രോബ്ലം, ഒരു പ്രോബ്ലം சொல்ல முடியுமா? അതെന്നാ പ്രോബ്ലംന്നാ, ഞാൻ എല്ലാരും വിചാരിക്കാണ് ഞാൻ വന്ന് ഭയങ്കരമായിട്ട് എതിർപ്പാക്കും. എന്തെന്നാ എതിർപ്പാക്കും, ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ടാവും അങ്ങനെ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ചേച്ചി പെട്ടെന്ന് ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. ഓക്കെ, എന്തോ ആ പിടിക്കാൻ വന്നു. ഓക്കെ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ പ്ലീസ്. ഒരു പടം ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബായി. അത് കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. പടം ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്തു. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നത്, ഞാനിതിന് ഉത്തരവാദിയല്ല. ഉണ്ണിമുക്കുന്ദൻ അവർകളെ ഒന്ന് എനിക്കൊന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? പഞ്ചാബി ഹൗസാ പാട്ടാറിന്റെ ലാലേട്ടന്റെ പാട്ട്. ഞാൻ ജാക്സൺ അല്ലടാ ആ പാട്ട് എല്ലാരും എനിക്കറിയാം. അമിതാ ബൈജു, നനസ്വര, ബേസിൽ ജോസഫ്, പ്രണവ് മോഹൻലാല്, കല്യാണി. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി മുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. ആ കാണിച്ച ഇന്റർവ്യൂല് വെച്ച് ശിവാംഗി വേറെ എന്തെല്ലാം പറഞ്ഞു അല്ലേ. പക്ഷെ മീരാനിൽ ആകെ ഒരു കാര്യം മാത്രമേ കേട്ടിട്ടുള്ളൂ, ശിവാംഗിക്ക് ഉണ്ണി മുകുന്ദനോട് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രം. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇത്തരം കാര്യങ്ങൾ മാത്രം കേൾക്കാനും പറയാനും വേണ്ടി പ്രത്യേകം പ്രോഗ്രാം ചെയ്ത് വെച്ചതല്ലേ. ഉണ്ണി മുകുന്ദനാകുമ്പോ കല്യാണവും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ ഇവരുടെ കല്യാണം കൂടി അങ്ങ് നടത്തി കൊടുക്കാമെന്ന് മീരാനിൽ വിചാരിച്ചു കാണും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന പണി ബ്രോക്കർ പണിയാണ്. ബ്രോക്കർ പണി മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മീരയുടെ ഒരു കാലിബർ വെച്ചിട്ട് അവർക്ക് ഒന്നുകൂടെ തിളങ്ങാൻ പറ്റിയൊരു ജോലി അതാണെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഉണ്ണി മുകുന്ദനെ കറക്റ്റ് എടുത്തിട്ടത്. അത് ആകസ്മികമായി സംഭവിച്ചൊന്നുമല്ല, കൃത്യമായി പ്ലാൻ ചെയ്തതാണ്. ഉണ്ണി മുകുന്ദന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ശിവാംഗിയുടെയും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ പാവം രണ്ട് സിംഗിൾ പസംഗകൾ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് മീരാനിൽ അങ്ങ് തീരുമാനിച്ചു. രണ്ടുപേരെയും ഒന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുന്ന പരിപാടിയാണല്ലോ. ഈ പുണ്യമൊക്കെ മീരാനിൽ എവിടെ കൊണ്ടുപോയി വെക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദനോട് ക്രഷ് ഉണ്ടല്ലേ എന്ന ചോദ്യത്തിൽ അപകടം പെട്ടെന്ന് തന്നെ ശിവാംഗിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ മറുപടിയും കൊടുത്തു. അന്ന് കേട്ടോക്കാം. ഉണ്ണി മുകുന്ദൻ ഒരാള്, രണ്ടാമത് മൂന്നാമത് നാലാമത് சொல்ல முடியுமா? ഫസ്റ്റ് ഉണ്ണി മുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്, ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. അതാണ് അങ്ങനെ. ഇപ്പൊ കല്യാണം കഴിയാത്ത ഉണ്ണി മുകുന്ദന്റെ കാര്യം മാത്രം എടുത്തു പറഞ്ഞ് എന്നെ കൊടുക്കാൻ നോക്കണ്ട. കല്യാണം കഴിഞ്ഞ ആസിഫ് അലിയോട് എനിക്ക് ക്രഷ് ഉണ്ട് എന്നും പറഞ്ഞ് മീരാനിന്റെ കുനിഷ്ഠ ചോദ്യങ്ങളെ ഈ പറഞ്ഞ ശിവാംഗി മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞു. ബാക്കി ഉണ്ടോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് സന്ദീപ്, നമ്മുടെ എക്കോയിലെ സന്ദീപ്, പടക്കളം സന്ദീപ്. ഓക്കെ, എന്തുകൊണ്ടാണ് സന്ദീപിനെയും ധ്രുവ് വിക്രമിനെയും ഒക്കെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ലെന ചേച്ചി പറഞ്ഞല്ലോ, ഹസ്ബൻഡ് പറഞ്ഞു, ലെന ചേച്ചിയുടെ കണ്ണ് കണ്ടപ്പോഴാണ് ആ ഫയർ കിട്ടിയത്, എന്താ ഒരു വൈബ് കിട്ടിയെന്ന്. എന്തുകൊണ്ടാണ് ഈ ധ്രുവ് വിക്രമിനും സന്ദീപിലും ഒക്കെ ആ ഫയർ കണ്ടത്? എങ്ങനെയാണ്? ഞാനേതോ അവരെ കണ്ട് കല്യാണം കഴിച്ച മാതിരി അവർ കല്യാണം കഴിച്ച ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എനിക്കൊന്ന് ക്രഷാണ്. ഇനി ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടില്ല, നേരത്തെ കണ്ടല്ലേ. ഇതൊക്കെ ആരോടാ പറയണേ ശിവാംഗി? ബോധം ഇവരുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ക്രഷ് എന്താ, പ്രണയം എന്താ, വിവാഹം എന്താ എന്നൊന്നും വേർതിരിച്ചറിയാത്ത ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കണ്ണിലെ ഫയർ പോലും, കണ്ണിലെ ഫയറല്ല, കണ്ണിലെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബാക്കി ഉണ്ടോക്കുന്നത്. അപ്പൊ ഇപ്പൊ ധ്രുവ് വിക്രം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധ്രുവ് വിളിക്കുകയാണ്, ഞാൻ റെഡിയാണ് ശിവാംഗി, നീയുമായിട്ട് എന്തോ ഒരു അലിയൻസിന് ഞാൻ റെഡി അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എന്ത് പറയും? സോറി, ഐ എം ഓൾറെഡി ടേക്കെന്ന് അവര് പറയും. ധ്രുവോ? ഓക്കെ, ഇത് എഡിറ്റ്.
ഓക്കെ സന്ദീപ് വന്നാൽ എന്ത് ചെയ്യും? സന്ദീപ് വന്നാൽ ഞാൻ സന്ദീപ് എടുത്ത് പോയി എനിക്കൊന്ന് ഭയങ്കര ഫാനാ, എനിക്ക് നിങ്ങളുടെ പടക്കളും ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി ആ 3 റോൾ ഡിഫറെന്റാ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഒരുമാതിരി ആയിപ്പോയി, അങ്ങനെ എന്നൊക്കെ ഞാൻ പറയും. ഇത്രയും പറയുമ്പോ തന്നെ സന്ദീപ് ഫ്ലാറ്റ്. അല്ല ഇനിയിപ്പോ ഉണ്ണി മുകുന്ദനാണെങ്കിൽ എടുത്ത് ഒക്കത്ത് വെച്ച് ചോറ് വാരി കൊടുക്കും. എന്താ മതിയോ? ഉണ്ണിയാകുമ്പോ തീരെ ഹൈറ്റും വെയിറ്റും ഇല്ലാത്തതുകൊണ്ട് ശിവാങ്കിക്ക് എടുത്താൽ പൊങ്ങുകയും ചെയ്യും. ചോറൊക്കെ വാരി കൊടുത്ത് മൂക്കളൊക്കെ തുടച്ചു കൊടുത്ത് തൊട്ടിലാട്ടി ഉറക്കാം പോരെ. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? ശിവാങ്കിയുടെ മറുപടി കേട്ടാൽ തന്നെ അറിയാം അവർക്ക് ഈ ചോദ്യങ്ങളൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല എന്ന്. പിന്നെ ഒരു പരിപാടിയല്ലേ, ആരും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് ചിരിച്ച് കളിച്ച് മറുപടി പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഈസി ഗോയിങ് ഫൺ ഗേൾ ഇമേജ് ആണല്ലോ ശിവാങ്കി പബ്ലിക്കിന് മുന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ബ്രേക്ക് ചെയ്യേണ്ടെന്ന് കരുതി സഹിച്ച് പിടിച്ച് നിൽക്കാണെന്ന് തോന്നുന്നു. ഇത് വെറും ക്രഷ് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ശിവാങ്കി തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഇതൊക്കെ തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ തമാശ ആയിട്ടല്ല തോന്നുന്നത്, നല്ല അരോചകമായിട്ടാണ് തോന്നുന്നത്. തമാശ ആണെങ്കിൽ ആ രൂപത്തിലെടുക്കാൻ നമുക്കും അറിയാം. പക്ഷെ ഇത് അങ്ങനെയല്ല, അൺസഹിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എന്തായാലും ബാക്കി നോക്കാം. അയ്യോ, ഉണ്ണി മുകുന്ദൻ എന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് കണ്ടാലേ അത്ര വലിയ ഹൈറ്റ് ബോഡി എല്ലാം കണ്ടാലേ ഞാൻ വന്ന് ആയിപ്പോ. ആ കണ്ണാണോ ചിരിയാണോ ഉണ്ണിയുടെ ഇത്രയും അട്രാക്ട് ചെയ്തത്? ഫേസ്. എല്ലാരും ഇപ്പോ ബോയ്സ് എല്ലാം വന്ന് ഗേൾസിന്റെ കണ്ണ് മൂക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് ഓവറോളാ കണ്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എപ്പോമേ. ഉണ്ണി ഓവറോൾ ഉണ്ണിക്ക് ഒരു മാർക്ക് ഇടുകയാണെങ്കിൽ 9.5 മാർക്ക് ഔട്ട് ഓഫ് 10 അല്ലേ ശിവാങ്കി? ഞാനാരാ മാർക്ക് ഇടാൻ? മാർക്ക് ഇടുന്നില്ല നമ്മൾ. ഇല്ല, ദൈവം സൃഷ്ടിച്ചതാണ്, നമ്മൾ മാർക്കിട്ട് അതിനെ വന്ന് ചെയ്യാൻ പാടില്ല. അതാണ് മറുപടി കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം, അടിച്ച് അണ്ണാക്കി തന്നെ കൊടുത്ത്. ഇങ്ങനെയുള്ള ഊള ചോദ്യത്തിന് ഇത്രയും ഹൈ സ്റ്റാൻഡേർഡ് ആയി മറുപടി പറഞ്ഞ ശിവാങ്കിക്ക് എന്റെ വക ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല, മീരാനിൽ അങ്ങനെ പാതാളത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ തന്നെ വേണം. ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടിയാൽ ഇവരൊക്കെ പഠിക്കൂ. അവള് മാർക്കിടാൻ വന്നേക്കുന്നു, ബാക്കി കണ്ടോക്ക് എന്തായാലും. ഒരുപാട് എന്റെ കുട്ടിയുടെ അടുത്ത് പഠിക്കാനുണ്ട്, അപ്പൊ മാർക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ കൈ തട്ടിയത് ബിബിൻ ജോർജ് ഓൾറെഡി മാരീഡ് 3 കിഡ്സ് പോയി വിട്ട്, അത് ഓൾറെഡി ടേക്കൺ, ടു മച്ച് ടേക്കൺ, വിട്ടേക്കു ഞങ്ങള്. ഓക്കെ, അപ്പൊ സന്ദീപും ഉണ്ണി മുകുന്ദനും ഒരുമിച്ച് വന്നു, എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ഞാൻ രണ്ടുപേരുടെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കും. കല്യാണത്തിലേക്കൊന്നും കടക്കില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യോ? എടുത്തോണ്ടേ പോയി. അപ്പൊ അത് ക്രീപ്പി ബിഹേവിയർ. അത് സംഭവം എന്താണ് ശിവാങ്കി പറഞ്ഞതെന്ന് മീരാനിന് മനസ്സിലായിട്ടില്ല. ധ്രുവ് വിക്രമിനെയും ഉണ്ണി മുകുന്ദനെയും ഒരുമിച്ച് കണ്ടാൽ എന്ത് ചെയ്യും എന്നാണ് മീര ചോദിച്ചതില്ലേ. ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുമെന്നുള്ള മറുപടി ശിവാങ്കി കൊടുത്തു. പക്ഷെ അത്രേ ഉള്ളൂ. അന്നേരം കല്യാണത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്നാണ് മീരാനിൽ തിരിച്ചു ചോദിക്കുന്നത്. ഒരാളോട് ക്രച്ച് തോന്നുമ്പോഴേക്കും കല്യാണം കഴിക്കട്ടെ എന്ന് പോയി ചോദിക്കുന്നത് വളരെ മോശം കാര്യമല്ലേ എന്ന് ശിവാങ്കി തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിലിപ്പോ എന്താണ് ഇത്ര മോശം എന്ന് മീരയ്ക്ക് മനസ്സിലായില്ല. അതാണ് ഈ ഊള ചിരിച്ചത്. മീരയെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ക്രച്ച് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ ഉടനെ പോയി അയാളെ കല്യാണം കഴിച്ചോളണം. അത്രയ്ക്കുള്ള ബോധമേ മീരക്കുള്ളൂ. എന്തായാലും ശിവാങ്കി മീരാനിനെ ഊക്കി വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ തന്നെ ഊക്കിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും മീരക്കില്ല എന്നുള്ളതാണ്. എന്ത് പറയാനാലേ, ബാക്കി കണ്ടോക്ക് എന്തായാലും. അപ്പൊ ഞാൻ ചോദിക്കട്ടോ ഒരു കാര്യം, ജെൻസി കുട്ടികളുടെ ചോദ്യമാണ്, സിറ്റുവേഷൻഷിപ്പോ റിലേഷൻഷിപ്പോ? ഞാൻ ഞാൻ ജെൻസി ആയിരുന്നാലുമേ ഞാൻ ഒരു ഭയങ്കര ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ സ്മോൾ തിങ്സ് മാറ്റേഴ്സ് ടു മീ ലോട്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ, എനിക്ക് റിലേഷൻഷിപ്പ് അത് സിറ്റുവേഷൻഷിപ്പ്, അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പേ സിറ്റുവേഷൻഷിപ്പ് മാതിരി ആയിക്കൊണ്ടിരിക്കാൻ. റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴേ ഇത് വന്ന് എന്ത് കല്യാണം കഴിക്കോ ഇല്ലയോ, ഇത് എവിടേക്ക് പോകുന്നോ ഇല്ലയോ, ശരി ഇപ്പോഴേക്ക് ചുമ്മാ ജാലിയായിരിക്കാം, അങ്ങനെയാണ് ഇപ്പോൾ എല്ലാം പോകുന്നത് റിലേഷൻഷിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഐ സ്റ്റിൽ വാണ്ട് ദറ്റ് റീഅഷ്യൂറൻസ്, ദറ്റ് ടൈം, അറ്റൻഷൻ. അതിപ്പോൾ ഭയങ്കര ഒരുമാതിരി ലാക്കിംഗ് ഉണ്ട്. ഓ അങ്ങനെ ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്ങാ? ആ അങ്ങനെ. ഓ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്ക് അറിയാം ബെഞ്ചിങ് എന്താ. ബെഞ്ചിങ് അല്ലെ, ബെഞ്ചിങ് എന്നൊരു സാധനമുണ്ട്, ബിബിൻ അറിയാം ബെഞ്ചിങ്. അതായത് ഒരു ബെഞ്ചിൽ നമ്മൾ 3-4 പേരെ ഇരുത്തുന്നത് പോലെ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ബൈ വെക്കും. ഒരാൾ പോയാൽ അടുത്ത ആള്, അടുത്ത ആള് പോയാൽ അടുത്ത ആള്. അത്ര ടാലന്റ് എനിക്കില്ല. അതായത് നമുക്കെല്ലാം നൈറ്റ് ഉറങ്ങാനേ ടൈമില്ല. ഇതിൽ 3 പേരെ നിക്ക വെച്ച് അവന്റെ ഉറക്കം കെടുത്തി വൈ. ഈ പാപം, ഇത്ര പാപം നമുക്ക് ആവശ്യമില്ല. അത്രയും പാപം വേണ്ട. എന്നാലും ഒരു പയ്യനെ കണ്ടു, ഈ പറഞ്ഞു ഒരു പയ്യനെ കണ്ടിട്ട് ഫസ്റ്റ് ലുക്കിലെ ഒരു ഓക്കെ ആയി, എങ്ങനെ, ഹൗ വിൽ യു അപ്രോച്ച് ദാറ്റ് ഗൈ? ഒന്ന് നിർത്തടേ. ശിവാങ്കി എന്താ വല്ല കാമദേവി എങ്ങാനും ആണോ? വെറും ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യും. എന്തൊരു വെറുപ്പിക്കലാണ്. സ്റ്റേജ് കയറിയപ്പോ തൊട്ട് തുടങ്ങിയ ചോദ്യമാണ്. ആ കുട്ടി എത്രയൊക്കെ ഒഴിവാക്കി വിട്ടിടും പിന്നെയും അതെന്നെ ചോദിക്കും. ചോദിക്കുന്ന എനിക്ക് ചടപ്പില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്ക് നല്ലോണം ചടപ്പുണ്ട്. അതൊന്ന് മനസ്സിലാക്കി. ഈ ചോദ്യം വല്ല രാഹുൽ മാങ്കൂട്ടത്തിനോടോ KB ഗണേഷ് കുമാറിനോടോ വല്ല ചോദിച്ചിരുന്നെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ നല്ല മറുപടി കൊടുത്തേനെ. അല്ല കോഴി ചോദ്യങ്ങൾ കോഴികളോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. പാട്ടുകാരിയോട് പാട്ടിനെ കുറിച്ച് ചോദിക്കും. ശിവാങ്കിയുടെ പ്രൊഫഷനെ കുറിച്ച് പറ്റാണെങ്കിൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കും പ്ലീസ്. ഒരു സമാധാനത്തിനെങ്കിലും. ഏതൊക്കെ ഗസ്റ്റിനോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അറിയാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഇതൊക്കെ എന്നാ പഠിക്കാൻ മോളെ? കുറെ കാലമായാലും പരിപാടി തുടങ്ങിയിട്ട് എന്ത് പറയാനാലേ. ബാക്കി കണ്ടോക്ക് എന്തായാലും. ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. റിയലി
ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല ഇപ്പഴാ വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെ തന്നെയായിരുന്നു ഞാൻ. സൗന്ദര്യം കുറച്ച് ഇപ്പൊ കുറച്ച് 26-27 വയസ്സിലാവുമ്പോ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി. അതിനു മുമ്പ് ആരത്? ബിബിൻ ജോർജിനെ സഹിക്കുന്നില്ല. അതാ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം കഴിവ് ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുണ്ടോ? അത് എല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോൺ ഉണ്ട്, കുഴപ്പമില്ല. ലോൺ ഉണ്ട്. പ്ലസ് ഞാൻ ആ കാശിന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ അത് ഒരാളെ വാക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് കാശ് കൊടുക്കും? 12 കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വരെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1, 2 നോക്കാം. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുങ്കോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാ? ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. അതിന് നന്ദി പറയാൻ ഒരു അവസരം കൊടുത്തിട്ട് വേണ്ടേ? വളവളാന്ന് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കൽ. നന്ദിയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ശിവാംഗിക്ക് വല്ല കാമുകനുണ്ടോ? അവിഹിതമുണ്ടോ? കല്യാണം എന്ന് കഴിയും? കുട്ടികൾ എത്ര എണ്ണം വേണം? ഇങ്ങനെ അമ്മായ ലെവല് കാര്യങ്ങൾ മാത്രം ഈരൊക്കെ അറിഞ്ഞാൽ മതി. ശിവാംഗിക്ക് ഒരു അവാർഡ് കിട്ടി, അതിനവർക്ക് നന്ദി പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. എന്താ ഇപ്പൊ പറയല്ലേ? എന്നാണ് ഇവരൊക്കെ നന്നാവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. പിന്നെ ശിവാംഗി എല്ലാം നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. ശരിക്കും ഇവർക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല ചീത്ത കേൾക്കണം, എന്നാലേ ഇവരൊക്കെ പഠിക്കൂ. എന്നാലേ അടുത്ത തവണ ഈ ഊള ചോദ്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഒരു പേടി ഉണ്ടാകും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.